ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഗീസ്. മഴ സമയത്താണ് കൊഞ്ച് കിട്ടി. കൊഞ്ചെടുത്ത് ക്ലീൻ ചെയ്യുക ഞാൻ. അത് പണ്ടെപ്പോഴും എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തന്ന ഒരു ഫ്രൈ എന്ന് വെച്ചാൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല. അമ്മച്ചി വാഴയില വെച്ചൊക്കെ സെറ്റാക്കി എടുക്കും. കല്ലേ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇടിച്ച് കൊഞ്ചും കല്ല് വെച്ച് ഇടിച്ചെടുക്കും. പിന്നെ ചെറിയുള്ളിയാണ് എടുക്കുന്നത്. ചെറിയുള്ളി, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മസാലപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഉപ്പ് ഇട്ട് ഇത് പുരട്ടി അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു മസാലകളെല്ലാം ഒന്ന് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു വാഴയില വെട്ടാൻ പോകണം. വാഴയില നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്, അതിന് പോകണം. ഞാൻ വാഴയില വെട്ടാൻ ഇറങ്ങിയ സമയത്ത് ഒരു വിരുന്നുകാരൻ അവിടെ വന്നിരിക്കുന്നു. വിരുന്നുകാരനാണോ വിരുന്നുകാരിയാണോ എന്നറിയില്ല. എന്തായാലും വീഡിയോ എടുക്കുമല്ലോ എന്ന് ചോദിച്ച് പുള്ളിയുടെ ഫോട്ടോ എടുത്ത് പുള്ളിയാണ് നിന്നങ്ങ് തരുക, പോണില്ല. പുള്ളി പോയിട്ട് ഒരു ഇല വെട്ടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം നിന്ന് ഞാൻ. പുരാണങ്ങളിൽ ഒത്തിരി ഈ പക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിനെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് ഞാൻ പതുക്കെ ചെന്നൊരു വാഴയില വെട്ടി എൻ്റെ മോനാണ് വീഡിയോ എടുക്കുന്നത്. അന്നേരം ഇടയ്ക്കൊന്ന് വീഡിയോ വെട്ടൽ വരുന്നുണ്ട്. പിന്നെ വാഴയില വെട്ടി ഞാനിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. ഞാനത് വാഴയില നിരത്തിയെടുക്കണം. നമുക്കിത് ഈ മിക്സ് വാഴയില നിരത്തിയെടുത്ത് അത് പതുക്കെ ഒരിച്ചിരി എണ്ണ, ഓവറെണ്ണയൊന്നും വേണ്ട, ഒരിച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അത് ഈ നമ്മുടെ ദോശക്കല്ല് വേണേലും നല്ലതാണ്. പിന്നെ ഞാൻ ചെറിയൊരു ചട്ടി ഉണ്ടായിരുന്നു, അതിൽ വെച്ച് സെറ്റാക്കി എടുത്തു. കൊള്ളാവോ ഗേസ്?